അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം CPM-ന് സ്വാധീനമുണ്ട്, ഞാൻ ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഈ മണ്ഡലത്തിലെ ഇടത് വോട്ടർമാരെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ക്ലാസ്, ലെഫ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകൾ, അവർ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇപ്പം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് ഇടത് സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ വലതുപക്ഷവും മറ്റ് ചിലപ്പോഴൊക്കെ തീവ്ര വലതുപക്ഷവുമായിട്ടാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചതിൻ്റെ പേരിൽ 2 ചെറുപ്പക്കാർക്കെതിരെ UP ഗവൺമെൻറ്റിൽ എവിടെയാണ് ഇടത് സ്വഭാവം ആ പറയുന്ന അനുഭാവികൾക്ക് കാണാൻ കഴിയുക? പെൻഷൻ കോടതിയിൽ ചെന്നിട്ട് അവകാശമല്ല, ഔദാര്യമാണ്, സർക്കാരിന് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൽ എവിടെയാണ് ഇടതുപക്ഷമാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരു വോട്ടർക്ക് അവരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുക? അവ യഥാർത്ഥ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇത്തവണ കിട്ടാൻ പോകുന്നത് CPM-നല്ല, അത് ഞങ്ങൾക്കായിരിക്കും. ഞങ്ങളാണ് അവിടെ പറയുന്നത് പെൻഷൻ അവകാശമാണെന്നുള്ളതാണ്, ഞങ്ങളാണ് പറയുന്നത് കൊടുക്കണം, ഞങ്ങളാണ് പറയുന്നത് ആർക്കുമെതിരെ UAP ചുമത്ത് ശരിയായില്ല, ഞങ്ങളാണ് പറയുന്നത് മാവോയിസ്റ്റുകളെ ഫേക്ക് എൻകൗണ്ടറിൽ കൊല്ലാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഉയർത്തുന്നതും സാധാരണ ജനങ്ങളുടെ ഇഷ്യൂസിന് മറുപടി വേണമെന്ന് ഉച്ചക്കഞ്ഞി മുടങ്ങരുത്, SC വിദ്യാർത്ഥികളുടെ ലെംസിം ഗ്രാൻഡ് ചരിത്രത്തിലില്ലാത്ത വിധം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്, കുട്ടികളുടെ ചെറിയ 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 മക്കളുടെ അതുപോലും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. അപ്പോഴും ഇവരുടെ ദൂർത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടവരും അവരുടെ നവീകരണവും അവരുടെ യാത്രകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ട്. സോ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ലെഫ്റ്റ് സ്വഭാവം ഉണ്ടെങ്കിൽ അത് CPM സ്വഭാവം എന്ന് ഇനി പറയാൻ കഴിയില്ല. ആ ഇടത് സ്വഭാവമുള്ള ആളുകൾ ഇവരുടെ നയവ്യതിയാനങ്ങളിൽ രോഷാകുലരാണ്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തത്, ഇപ്പം ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നടത്തുന്ന തിരഞ്ഞെടുപ്പാണെന്നുള്ളത് അവർ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല. ബാക്കി ഒരു മാനദണ്ഡങ്ങൾക്കും അവർക്ക് അവരുടെ വോട്ടേഴ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും അവിടെ തന്നെ അപ്ലിക്കബിൾ ആവുകയാണ്. CPM പോലൊരു പ്രസ്ഥാനം, ഒരു നേതാവ് അറിയാതെ പറഞ്ഞു പോയൊരു വാചകമല്ല അത്. ബാക്കി ജനങ്ങളോട് പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളിലും പാർട്ടി വോട്ടുകൾ പോലും പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള സന്ദേഹത്തിൽ നിന്നാണ് അത്തരമൊരാശങ്ക വരുന്നത്. പക്ഷെ ആ ആശങ്കയേക്കാൾ വലുതാണ് രാജ്യം നിലനിൽക്കുക എന്നുള്ള വലിയൊരു പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് വലുത്. മാത്രമല്ല, രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു അധികാര സംവിധാനമൊക്കെ വരുമ്പോൾ അതിന് ജനാധിപത്യ സ്വഭാവം കൂടും. ഒരു പ്രത്യയശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുക, അപ്രസക്തമാക്കുന്ന നിലപാടോ കാഴ്ചപ്പാടോ ആയിരിക്കില്ല. അത് പണ്ട് മുതലുള്ള ഒരു പാരമ്പര്യം നമുക്കറിയാം. അപ്പോൾ അത്തരം അപകടങ്ങളൊന്നുമല്ല. പിന്നെ പാർട്ടി നിലനിൽക്കണോ അതോ ചിഹ്നം മാത്രം മതിയോ എന്നുള്ള ചോദ്യം കൂടെ പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നുണ്ടാവും. പാർട്ടിയെ തിരുത്തേണ്ട സമയമായി എന്ന് ചിന്തിക്കുന്ന പ്രവർത്തകരുണ്ട്. ഈ വോട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരുണ്ടാവും. ഇപ്പം ഞാൻ മേൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. അതിനോടൊപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പം ഞാൻ പറഞ്ഞ ഉത്തരങ്ങളും കൂടെ ഞങ്ങളുടെ അഡ്വാൻറ്റേജ് കൂടുക.